എറണാകുളത്ത് ഹോട്ടലിൽ തീപിടുത്തം. പെയിന്റ് കടയ്ക്കാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വിവരങ്ങളുമായി അർച്ചന വിനോദ് കൂടി ചേരുന്നുണ്ട്. അർച്ചന, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? അപകട സാധ്യതയുണ്ടോ? വർഷ, ഇന്ന് വൈകിട്ടോടെയാണ് എറണാകുളം കത്രിക്കടവിലെ കടയ്ക്ക് തീപിടിച്ചത്. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ 4 നിലകളുള്ള കെട്ടിടത്തിലെ താഴത്തെ പെയിന്റ് കടയ്ക്ക് തീപിടിച്ചത്. ഇതിൽ 4 നിലകളാണുള്ളത്. ഏറ്റവും മുകളിലായി ഈ ഹോസ്റ്റലാണ്. ഈ ഹോസ്റ്റലിലെ കുട്ടികളെല്ലാം തന്നെ അപ്പോൾ തന്നെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. മാത്രമല്ല, ഈ കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട ഒരു സ്കൂട്ടി പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത് ചേർന്ന് ഈ 3 ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നതാൽ അത്തരത്തിലൊരു അപകടത്തിലേക്ക്, അതായത് പൊട്ടിത്തെറിക്കുന്ന അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. നിലവിൽ ഇതൊരു ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. 4 ഫയർഫോഴ്സ് യൂണിറ്റ് ഉടൻ എത്തിയാണ് ഇപ്പോൾ തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നത്. എറണാകുളത്ത് കുറച്ച് സമയമായി നല്ല ശക്തമായ മഴയാണ്. ഈ സമയത്താണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായത്. കടയിലെ മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. പെയിന്റ് അടക്കമുള്ള സാമഗ്രികളാണ്. അത്തരത്തിലുള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ തീ പിടിച്ചിട്ടുണ്ട്. ഇതാണ് വലിയൊരു തീപിടുത്തത്തിലേക്ക് പോയത്. ഈ കടയ്ക്കകത്തെ സാധനങ്ങൾക്കെല്ലാം തന്നെ തീപിടിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കളും ഉൾപ്പെടെയുള്ള പെയിന്റ് വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഈ കടയിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെല്ലാം തന്നെ തീപിടിക്കുകയും കട പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 4 നില കെട്ടിടമാണ്. ഇതിൽ ഹോസ്റ്റൽ, മുകളിലായി ഹോസ്റ്റലുണ്ട്. ഇവിടെങ്ങളിലൊന്നും തീ പടർന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. മാത്രമല്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതും വലിയ ആശ്വാസമാണ്. കാരണം ആളുകളെല്ലാം തന്നെ ഈ കടയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നാൽ അവരെല്ലാം തന്നെ ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറുകയായിരുന്നു ചെയ്തത്. മാത്രമല്ല, നാട്ടുകാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആ ഘട്ടത്തിൽ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊരു വലിയ വ്യാപ്തിയിലേക്ക് എന്തായാലും കാര്യങ്ങൾ പോവാതിരുന്നത്. എന്തായാലും ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 4 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് ആ തീ പൂർണ്ണമായും അണച്ചിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെയുണ്ട്. തൊട്ടടുത്ത് ഹോട്ടലുണ്ട്. എന്നാൽ അത്തരത്തിലൊരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്നതാണ്. എന്തായാലും കട ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതുകൂടാതെ കടയ്ക്ക് മുന്നിലിരുന്ന സ്കൂട്ടിയും ഇത്തരത്തിൽ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഈ സ്കൂട്ടിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം നിരവധി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു സ്കൂട്ടി ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായി ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലേക്കൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ്. വർഷ.